ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ ആണ്. ബൈറ്റ് യുവർ ടങ്. ബൈറ്റ് യുവർ ടങ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ബൈറ്റ് എന്ന് പറഞ്ഞാൽ കടിക്കുക, ടങ് എന്ന് പറഞ്ഞാൽ നാവ് കടിക്കുക. എന്തായാലും അതൊരു ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ മീനിങ് നാവ് കടിക്കുക എന്നല്ല. നമുക്ക് ഒരു കാര്യം നമുക്ക് പറയാൻ തോന്നുന്നു, പക്ഷേ പറയാൻ പെട്ടെന്ന് മനസ്സിൽ തോന്നുന്ന സമയത്താണ് പെട്ടെന്ന് നമ്മൾ ആലോചിക്കുന്നത് ഇത് മറ്റുള്ളവർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടാവും, പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ അത് വേദനിപ്പിക്കും, അതല്ലെങ്കിൽ അത് വല്ലാത്ത ഒരു കോൺഫ്ലിക്റ്റിലേക്ക് പോകും, വല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കും, അതല്ലെങ്കിൽ ഇതൊരു സീക്രറ്റ് അല്ലേ, അത് പറയാൻ പാടില്ലല്ലോ എന്ന ഒരു തോന്നൽ. അപ്പോൾ പറയാൻ മനസ്സിൽ തോന്നിയ ഒരു കാര്യം അത് നമ്മൾ വേണ്ട എന്ന് വയ്ക്കും, നമ്മൾ വാക്കുകൾ വിഴുങ്ങിക്കളയുക എന്ന് പറയില്ലേ, അതുപോലെ തന്നെ. അതാണ് ബൈറ്റ് യുവർ ടങ് എന്ന് പറയുന്നത്. ടു സ്റ്റോപ്പ് യുവർസെൽഫ് ഫ്രം സേയിങ് സംതിങ് ദാറ്റ് യു വുഡ് റിയലി ലൈക്ക് ടു സേ. പറയാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ട്, പക്ഷേ നിങ്ങളത് സ്റ്റോപ്പ് ചെയ്യും. അതാണ് ബൈറ്റ് യുവർ ടങ്, അല്ലെങ്കിൽ ബൈറ്റ് വൺസ് ടങ്, ബൈറ്റ് മൈ ടങ്, ബൈറ്റ് ഹിസ് ടങ് എന്നൊക്കെ പറയാം. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട് തന്നെ ഒരു വല്ലാത്ത ഹെയർ കട്ട്, മറ്റുള്ളവരൊക്കെ പരിഹസിക്കുന്ന രീതിയിലുള്ള ഹെയർ കട്ടാണ്. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും പറ്റിയില്ല എന്ന് തോന്നും, പക്ഷേ നമുക്കത് പറയാൻ തോന്നുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അവനത് വിഷമാകും, അല്ലെങ്കിൽ അവൾക്ക് അത് വിഷമാകും എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ പറയാതിരിക്കും. പറയാൻ തോന്നിയതാണ്, പക്ഷേ പറയാതിരിക്കും. ഐ ബിറ്റ് മൈ ടങ് വെൻ ഐ സോ മൈ ഫ്രണ്ട്സ് റിഡിക്യുലസ് ഹെയർ കട്ട്. അവൻ്റെ വളരെ മോശമായിട്ടുള്ള ഒരു ഹെയർ കട്ട്, അതെനിക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല, മറ്റുള്ളവർക്കും അത് ഇഷ്ടപ്പെടില്ല എന്നറിയാം, എങ്കിലും പറഞ്ഞില്ല. കാരണം പറഞ്ഞാൽ അവനത് വിഷമമാവും എന്ന് തോന്നിയിട്ട്. ഐ ബിറ്റ് മൈ ടങ്, അവിടെ ബിറ്റ്, ബൈറ്റ് എന്നതിൻ്റെ പാസ്റ്റ് ടെൻസാണ് ബിറ്റ്. ഐ ബിറ്റ് മൈ ടങ് വെൻ ഐ സോ മൈ ഫ്രണ്ട്സ് റിഡിക്യുലസ് ഹെയർ കട്ട്. ഡ്യൂറിങ് ദ മീറ്റിംഗ് ബിറ്റ് മൈ ടങ് ആൻഡ് ഡിഡിൻറ്റ് ഡിസഗ്രി വിത്ത് ദ ബോസ് പ്രൊപ്പോസൽ. മീറ്റിങ്ങിൻ്റെ സമയത്ത് ബോസ് പലതരത്തിലുള്ള പ്രൊപ്പോസൽസ് വയ്ക്കും. ചിലപ്പോൾ നമുക്കത് യോജിക്കാൻ പറ്റില്ല, പക്ഷേ അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവില്ല എന്ന് തോന്നുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? പറയാൻ തുടങ്ങിയ ഒരു കാര്യം, അല്ലെങ്കിൽ പറയാൻ മനസ്സിൽ തോന്നിയ ഒരു കാര്യം പറയാതിരിക്കും. ഐ ബിറ്റ് മൈ ടങ് എന്ന് ഉപയോഗിക്കുന്നത് അവിടെ. അതുകൊണ്ടാണ് ഐ ബിറ്റ് മൈ ടങ്. അപ്പോൾ ഡ്യൂറിങ് ദ മീറ്റിംഗ് ഐ ബിറ്റ് മൈ ടങ് ആൻഡ് ഡിഡിൻറ്റ് ഡിസഗ്രി വിത്ത് ദ ബോസ് പ്രൊപ്പോസൽ. ബോസിൻ്റെ പ്രൊപ്പോസലിനോട് ഡിസഗ്രി ചെയ്തില്ല, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ഐ ബിറ്റ് മൈ ടങ്. ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം പറഞ്ഞില്ല എന്നാണ് ഇവിടെ മീനിങ്. ഡിസഗ്രിമെൻറ്റ് ഉണ്ടായിരുന്നെങ്കിലും പറഞ്ഞില്ല. ഐ വാസ് എബൌട്ട് ടു ടെൽ ഹിം വാട്ട് ഐ റിയലി തോട്ട് ബട്ട് ഐ ബിറ്റ് മൈ ടങ്. ഐ വാസ് എബൌട്ട് ടു ടെൽ ഹിം, ഞാൻ അവനോട് പറയാൻ പോയതാണ്, പക്ഷേ എന്ത് ചെയ്തു? ഐ ബിറ്റ് മൈ ടങ്. ഞാൻ എൻ്റെ വാക്കുകളൊക്കെ വിഴുങ്ങിക്കളഞ്ഞു, ഞാൻ പറഞ്ഞില്ല എന്നാണ് മീനിങ്. ഐ വാസ് എബൌട്ട് ടു ടെൽ ഹിം വാട്ട് ഐ റിയലി തോട്ട് ബട്ട് ഐ ബിറ്റ് മൈ ടങ്. ശരിക്കും എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം ഞാൻ പറയാൻ പോയതാണ്, പക്ഷേ ഐ ബിറ്റ് മൈ ടങ്. വേറൊരു സെൻറ്റൻസ് നോക്കൂ. വെൻ മൈ ഫ്രണ്ട് ലോസ്റ്റ് ഹിസ് ജോബ് ഐ ബിറ്റ് മൈ ടങ് ആൻഡ് ഐ ഡിഡിൻറ്റ് സേ I told you so, even though I had warned him about the company's financial troubles. കമ്പനിയുടെ സാമ്പത്തികപരമായ പല പ്രശ്നങ്ങളെപ്പറ്റിയും അവനോട് ഞാൻ വാൺ ചെയ്തിരുന്നതാണ്, അവനൊരു മുന്നറിയിപ്പ് കൊടുത്തിരുന്നതാണ്, പക്ഷേ എന്നിട്ട് അവൻ കേട്ടില്ല. ഇപ്പോൾ അവൻ്റെ ജോലി പോയി. വെൻ ഹി ലോസ്റ്റ് ഹിസ് ജോബ് ഐ ബിറ്റ് മൈ ടങ് ആൻഡ് ഐ ഡിഡ്ന്റ് സേ ഐ ടോൾഡ് യു സോ. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ എന്ന് പിന്നീട് ഞാൻ പറയാൻ പോയില്ല, കാരണം അങ്ങനെ പറഞ്ഞാൽ അവന് വിഷമമാവില്ലേ, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞില്ല. ഐ ബിറ്റ് മൈ ടങ് ആൻഡ് ഐ ഡിഡ്ന്റ് സേ ഐ ടോൾഡ് യു സോ. അപ്പോൾ ഞാൻ നിന്നോടത് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞാൽ അവന് വിഷമമാവും എന്ന് കരുതി പറഞ്ഞില്ല. മനസ്സിലുണ്ടായിരുന്നു പറയണമെന്ന്, പക്ഷേ ആ വാക്കുകളൊക്കെ വിഴുങ്ങിക്കളഞ്ഞു. അതാണ് ബിറ്റ് വൺസ് ടങ് എന്ന് പറയുന്നത്. അപ്പോൾ ബിറ്റ് വൺസ് ടങ് എന്ന ഒരു ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ ഇനി നമുക്ക് സെൻറ്റൻസുകളിലൊക്കെ ഉപയോഗിക്കാം, സംസാരിക്കുമ്പോൾ ഉപയോഗിക്കാം.